നമസ്കാരം. സന്തോഷം അത് ആകസ്മികമായി ഉണ്ടാകുന്നതല്ല, അത് നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്നതാണ്. ജിം റോൺ എന്നറിയപ്പെടുന്ന ഇമ്മാനുവൽ ജെയിംസ് റോണിൻ്റെ കാഴ്ചപ്പാടാണ് മുകളിൽ പറഞ്ഞ ഉദ്ധരണി. ഇനി ജിം റോൺ ആരാണെന്നറിയണ്ടേ? അമേരിക്കയിലെ പ്രമുഖ സംരംഭകനും എഴുത്തുകാരനും ഗ്രന്ഥകർത്താവും വലിയൊരു മോട്ടിവേറ്ററുമായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ജീവിതത്തിൽ വിജയം നേടിയവർ ആരെങ്കിലും ഭൂമിയിൽ ഉണ്ടാവുമോ? എല്ലാവരും വളരെ കഷ്ടപ്പെട്ട, അതായത് ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ നിറഞ്ഞ ജീവിതത്തിൽ നിന്നും ഇച്ഛാശക്തിയുടെ ബലത്തിൽ പടപൊരുതിയാണ് ഓരോരുത്തരും കഷ്ടപ്പാടുകളെ കീഴടക്കുന്നത്. ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം സമ്പത്ത് ആർജിക്കുക എന്ന് തെറ്റിദ്ധരിക്കരുത്. പണ്ടത്തെ ലക്ഷപ്രഭുക്കൾ ഇന്ന് അവർ ശതകോടീശ്വരന്മാരും സഹസ്ര കോടീശ്വരന്മാരും ഒക്കെ മാറുന്ന കാലമാണ്. അതിലേക്ക് എത്താനുള്ള മത്സരമാണ് എവിടെയും നടക്കുന്നത്. വിജ്ഞാനത്തിൻ്റെ ഔന്നത്യത്തിലെത്തി സുരക്ഷിതമായ ഒരു ഇടം നേടി ജീവിത വിജയം കൊയ്യാൻ മത്സരിക്കുന്നവർ വേറൊരിടത്തുമുണ്ട്. അതുപോലെ രാഷ്ട്രീയ, മത, ഉദ്യോഗ, വ്യാപാര, വ്യവസായ, തൊഴിൽ മേഖലകളിൽ സർവാധികാരികളാകാൻ അംഗം വെട്ടുന്നവർ വേറൊരിടത്തുമുണ്ട്. ഇങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ആളുകൾ അവരുടേതായ പങ്കാളിത്തം ഉറപ്പാക്കാൻ മത്സരിക്കുന്നത് കാണാം. ഈ മത്സരപ്പാച്ചിനിടയിൽ മാനസിക സമ്മർദ്ദങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് ജീവിതം ജീവിച്ചു തീർക്കുന്നവരെയും കാണാം. എത്ര തിരക്കിനിടയിലും മാനസിക സംഘർഷങ്ങൾക്കിടയിലും സന്തോഷം കണ്ടെത്തുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. സമ്പത്തും സന്തോഷവും ജീവിതത്തിൽ ആഗ്രഹിക്കാത്തവർ ആരാ ഉള്ളത്? ഇവ രണ്ടും ഒന്നിച്ചനുഭവിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ആകസ്മികമല്ല സന്തോഷം എന്ന് പറയുന്നത്. അതിൽ ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും എന്താ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്കൊരു ലോട്ടറി അടിച്ചു, അതൊരു ആകസ്മിക സന്തോഷമാണ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ, സുഖ ദുഃഖ സമ്മിശ്രമാണത്. എന്നാൽ നമുക്ക് സന്തോഷം കണ്ടെത്താനും സാധിക്കും. അവനവന് സുഖപ്രദം എന്ന് തോന്നുന്നതും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാത്തതുമായ മേഖലകൾ കണ്ടെത്തി സന്തോഷിക്കാൻ നമുക്ക് കഴിയണം. ജിമ്മിൻ്റെ ഭാഷ പറഞ്ഞാൽ സന്തോഷം ആകസ്മികമല്ല, അത് തിരഞ്ഞെടുക്കുന്നതാണ്. അതിനാൽ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നതിനെ തിരഞ്ഞെടുത്ത് ജീവിതം ആഘോഷതരമാക്കൂ. ശുഭദിനം.